ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ ലീഗൽ എൻവിറോൺമെൻറ്റ് ഓഫ് ബിസിനസ്സിലെ 4th പാർട്ടാണ് ഇംപ്ലൈഡ് അതോറിറ്റി ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. നമ്മൾ ഒരു ഏജൻസി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇംപ്ലൈഡ് ആയിക്കാണ്ട് പല രീതിയിലുണ്ട്. അതിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ എങ്ങനെയാണ് വരിക നോക്കുന്നത്. അതിൽ ഒരു വൈഫ് എന്ത് ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും അത് മേ ബി ക്രെഡിറ്റിനാവാം അല്ലെങ്കിൽ ക്യാഷിനാവാം, അതിൻ്റെ ക്യാഷ് അടച്ചു തീർക്കേണ്ട ഉത്തരവാദിത്തം ഹസ്ബൻഡിനുണ്ട്. കാരണം ഇവിടെ വൈഫ് ഹസ്ബൻഡിൻ്റെ ഏജൻസിയാണ്. കാരണം അവർക്ക് ഒരു ഫണ്ട് അടച്ചു തീർക്കണമെന്നുണ്ടെങ്കിൽ അവർ ആശ്രയിക്കുന്നത് ആരാണ്? ഹസ്ബൻഡിനെയാണ്. അപ്പോൾ ഹസ്ബൻഡിന് വൈഫ് എന്താണോ വാങ്ങണത് അതിൻ്റെ എമൗണ്ട് അടച്ചു തീർക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ട്. ഇനി ഇൻ കേസ് ഹസ്ബൻഡിന് ചില കാര്യങ്ങളല്ല, ഹസ്ബൻഡിന് വൈഫ് എന്ത് പ്രൊഡക്റ്റ് വാങ്ങുന്നു അതിന് ഫണ്ട് അടച്ചു തീർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ആവശ്യമില്ലെന്ന് മാത്രമല്ല, അത് തെളിയിക്കണം. അടച്ചു തീർക്കേണ്ടാത്തതിൻ്റെ തെളിവുകൾ അവിടെ വേണം. അപ്പോൾ എന്തിനൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ വൈഫ് ഒരു ഗുഡ്സ് വാങ്ങാനായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഹസ്ബൻഡ് നെസസറി ആയിട്ടുള്ള ഗുഡ്സ് വാങ്ങാനുള്ള എമൗണ്ട് കൊടുക്കുന്നു. പക്ഷെ വൈഫ് അതിലേറെ ഗുഡ്സ് വാങ്ങിയിട്ട് കൂടുതൽ ക്യാഷുകളാവുന്നു. കൂടുതൽ ക്യാഷ്, അതായത് ഹസ്ബൻഡ് കൊടുത്ത ക്യാഷിനേക്കാൾ എമൗണ്ട് ഷോപ്പിലാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹസ്ബൻഡിന് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് വൈഫിനെ കൊടുത്ത് തീർക്കണം. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുകയാണെങ്കിൽ, ഓൾറെഡി ഹസ്ബൻഡ് വൈഫിനെ വാൺ ചെയ്തിട്ടുണ്ടാവണം. അതായത് ഇത്രക്ക് ഇത് വാങ്ങണ്ട, അത് വാങ്ങണ്ട, അങ്ങനെ വാൺ ചെയ്തിട്ടുണ്ടാവണം. അത്രയും പറഞ്ഞിട്ടും വൈഫ് വീണ്ടും വാങ്ങാനുണ്ടെങ്കിൽ അതിൻ്റെ പൈസ അവിടെ ഹസ്ബൻഡിന് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് വൈഫിനെ കൊടുക്കണം. തേർഡ് കേസ് എന്ന് പറയുമ്പോൾ, ഈ ഒരു ഹസ്ബൻഡ് എന്താണോ അത് ട്രേഡ് ചെയ്യുന്ന ഷോപ്പിലാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ഇങ്ങനെ പറയണം, ഇവൾക്ക് ഇത് കൊടുക്കരുത്, ഈ ഒരു ഗുഡ്സ് ഇവൾക്ക് കൊടുക്കരുത് എന്ന് ഓൾറെഡി ഷോപ്പ് കീപ്പറിനോട് പറയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടും ഈ ട്രേഡ് ഷോപ്പ് കീപ്പർ വൈഫിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് ഹസ്ബൻഡ് കൊടുക്കേണ്ടതില്ല, വൈഫ് തന്നെ കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇംപ്ലൈഡ് ഏജൻസി ബിറ്റ്വീൻ വൈഫ് ആൻഡ് ഹസ്ബൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, റൈറ്റ്സ് ഓഫ് ആൻ ഏജന്റ്. അതായത് ഒരു ഏജന്റിന്റെ അവകാശങ്ങളാണ്. അതിൽ ഫസ്റ്റ് വൺ, റൈറ്റ് ഓഫ് റീറ്റെയ്നർ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഏജന്റിന് കിട്ടാനുള്ള റെമ്യൂണറേഷൻ പ്രിൻസിപ്പൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പളിന്റെ എന്തെങ്കിലും കൈവശമുള്ള വസ്തുവിൽ നിന്ന് ഈ ഒരു ഏജന്റിന് എന്ത് ചെയ്യാം, അതിൽ നിന്ന് റീറ്റെയിൻ ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പ്രിൻസിപ്പളിൻ്റെ ഒരു പ്രോപ്പർട്ടി വിറ്റതിൻ്റെ എമൗണ്ട് 1 lakh ഈ ഒരു ഏജന്റിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എന്ത് ചെയ്തു, ഈ ഒരു പ്രിൻസിപ്പിള് ഏജന്റിന് 2 മാസത്തെ സാലറി കൊടുത്തിട്ടില്ല. ഏകദേശം 50,000 രൂപയാണ് ഇദ്ദേഹത്തിന് 2 മാസത്തെ സാലറി. അപ്പോൾ ഈ ഒരു ഏജന്റ് എന്ത് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ സാലറി ഈ ഒരു 1 lakh നിന്നും റീറ്റെയിൻ ചെയ്യാം. അതായത് എടുത്തിട്ട് ബാക്കി എത്രയാണ് എമൗണ്ട് ഉള്ളത് അത് പ്രിൻസിപ്പളിന് കൊടുത്താൽ മതി. ആ ഒരു അവകാശം ആർക്കുണ്ട്? ഏജന്റിനുണ്ട്. രണ്ടാമത്, റൈറ്റ് ടു റിസീവ് റെമ്യൂണറേഷൻ. അതായത് ഇപ്പോൾ ഈ ഒരു പ്രിൻസിപ്പളിൻ്റെ എന്തെങ്കിലും പ്രോപ്പർട്ടി അത് ബൈ ചെയ്യേണ്ടത് ആരാണ്? ഏജൻ്റാണ് അല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൽ, അതായത് ആ വിറ്റതിൽ നിന്നും ഒരു റെമ്യൂണറേഷൻ ക്ലെയിം ചെയ്തെടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്? ഏജന്റിനുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, റൈറ്റ് ഓഫ് ലിയൻ. ഈ ഒരു പോയിന്റ് നമ്മുടെ ഫസ്റ്റത്തെ പോയിന്റും സെയിം മീനിങ് ആണ് വരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു സാലറിയോ എന്തെങ്കിലും അവർ ഡ്യൂ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രിൻസിപ്പൾ ഡ്യൂ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, പ്രിൻസിപ്പളിൻ്റെ എന്തെങ്കിലും പ്രോപ്പർട്ടിയിൽ നിന്ന് കണ്ട് ഈ ഒരു ഏജന്റിന് അത് റീറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ്, റൈറ്റ് ടു ഇൻഡംനിഫിക്കേഷൻ. അതായത് ഇവിടെ ഈ ഒരു പ്രിൻസിപ്പളിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഏജന്റ് ആണല്ലോ ചെയ്തു തീർക്കുക. അപ്പോൾ ഈ പ്രിൻസിപ്പൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ട് ഏജന്റ് ചെയ്തു തീർക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹം എന്തെങ്കിലും പ്രശ്നങ്ങൾ സഫർ ചെയ്യുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ, അതായത് പ്രിൻസിപ്പൾ പറഞ്ഞതുകൊണ്ട് ആ ഒരു കാര്യം ചെയ്തു, ആ ഒരു കാര്യം ചെയ്തതിൽ നിന്ന് അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സഫറിങ്സ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അത് പ്രിൻസിപ്പൾ സോൾവ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ്, ഫിഫ്ത്ത്, റൈറ്റ് ടു ഇൻഡംനിഫൈഡ് അഗെയിൻസ്റ്റ് കോൺസിക്വൻസ് ഓഫ് ഫാക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത്. അതായത് അതുപോലെ തന്നെ ഇപ്പം ഈ പ്രിൻസിപ്പിൾ പറയണ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഈ ഒരു ഏജന്റ് കേൾക്കുന്നു, അതുമാത്രമല്ല ഒരു തേർഡ് പാർട്ടിയും കേൾക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് കാരണം ആ ഒരു തേർഡ് പാർട്ടിക്കും അതുപോലെ തന്നെ ആ ഒരു ഏജന്റിനും എന്തെങ്കിലും പ്രശ്നങ്ങൾ സഫർ ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടങ്ങളൊക്കെ വരാനുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു പ്രിൻസിപ്പിളാണ്
കോമ്പൻസേഷൻ ചെയ്ത് അത് വീട്ടേണ്ടത്. നെക്സ്റ്റ് റൈറ്റ് ടു കോമ്പൻസേഷൻ. ഇവിടെ ഡിഫറൻസ് പോയിന്റ്സ് ആണെന്നുള്ളൂ, എല്ലാത്തിൻ്റെയും മീനിങ് സെയിം ആണ്. ഇവിടെ എന്താ ഈ ഒരു പ്രിൻസിപ്പിൾ കാരണം എന്തെങ്കിലും ഒരു ഇഞ്ചുറി ആ ഒരു ഏജന്റിന് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നികത്താനുള്ള കോമ്പൻസേഷൻ പ്രിൻസിപ്പളിന്റെ കയ്യിൽ നിന്നും ഏജന്റിന് വാങ്ങാം. നെക്സ്റ്റ് പോയിന്റ് റേറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അതായത് പ്രിൻസിപ്പിളിന് വേണ്ടി എന്തെങ്കിലും ഗുഡ്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഐ മീൻ ഓർഡർ ചെയ്ത് അത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഏജന്റിന് തടയാൻ പറ്റും, സ്റ്റോപ്പ്. ആ ഒരു ഓൺ ദ വേ സംഭവം വരാന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് അയാൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ കേസിലാണ് പറ്റുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രിൻസിപ്പളിനുള്ള ഗുഡ്സ് ആ ഒരു ഏജന്റിന്റെ സ്വന്തം പൈസക്കാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതവിടെ സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ബൈ ചാൻസ് ഈ ഒരു പ്രിൻസിപ്പിൾ ഇൻസോൾവൻ്റ്, അതായത് പാപ്പരായി ആ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഏജന്റിന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഗുഡ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഏജന്റിന്റെ റൈറ്റ്സ് എന്ന് പറയുന്നത്, അതായത് അവകാശങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് ആൻ ഏജന്റ്. ഒരു ഏജന്റ് ചെയ്യേണ്ട കടമകളാണ് പറയുന്നത്. ടു കണ്ടക്ട് ബിസിനസ് ആസ് പെർ ഡയറക്ഷൻസ് ഓർ കസ്റ്റം ഓഫ് ട്രേഡ്. അതായത് പ്രിൻസിപ്പിൾ എന്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണോ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ആ ഒരു ഇൻസ്ട്രക്ഷൻസ് പോലെയാണ് ആ ഒരു ഏജന്റ് അവിടെ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് ഇനിയിപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ ഒരു ഡയറക്ഷനും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ആ ഒരു കസ്റ്റമായിട്ട് നമ്മൾ എങ്ങനെയാണോ ഒരു കാര്യത്തെ നമ്മൾ കൈകാര്യം ചെയ്യുക, അതുപോലെ ആ ഏജന്റ് അതിനെ കൈകാര്യം ചെയ്യണം. രണ്ടാമത് ടു ആക്ട് വിത്ത് റീസണബിൾ കെയർ, സ്കിൽ ആൻഡ് വിജിലൻസ്. അതായത് ഇങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തരുവാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് തന്ന പ്രകാരം വളരെ കെയർ ആയിക്കൊണ്ട് വേണം ആ ഒരു കാര്യത്തെ നമ്മൾ ചെയ്തു തീർക്കാൻ. ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണ്, ആ ഒരു ഏജന്റ് അവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പൻസേഷൻ പ്രിൻസിപ്പിളിന് ഏജന്റ് കൊടുക്കണം. തേർഡ് പോയിന്റ് ഈസ് ഡ്യൂട്ടി ടു റെൻഡർ പ്രോപ്പർ റെക്കോർഡ്സ്. അതായത് പ്രിൻസിപ്പിൾ ഇപ്പോൾ ഓരോ ഡേയ്സിലും ഓരോ ഡീൽ നടത്തുന്നുണ്ട്, ഓരോ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഓരോ ഡീൽ നടത്തുന്നുണ്ട്. അപ്പം ഈ ഓരോ ഡീലും നടക്കുന്നത് എന്താണ്, ഈ ഏജന്റ് റെക്കോർഡ് ചെയ്ത് വെക്കണം. പ്രിൻസിപ്പിൾ ഒരു ഡേ ഈ ഒരു റെക്കോർഡ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ഏജന്റ് കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. നെക്സ്റ്റ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പ്രിൻസിപ്പിൾ. അതായത് ഏജന്റിന് ഇപ്പോൾ പ്രിൻസിപ്പിൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, അതിലൊന്നും മനസ്സിലായിട്ടില്ല, ഒന്നും ചെയ്യാൻ കഴിയണില്ല എന്നുണ്ടെങ്കിൽ അത് ഷുവറായിട്ടും ഈ ഒരു ഏജന്റ് പ്രിൻസിപ്പിളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനുള്ള ഡ്യൂട്ടി അയാൾക്കുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഡ്യൂട്ടി നോട്ട് ടു ഡീൽ ഓൺ ഹിസ് ഓൺ അക്കൗണ്ട്. അത് പറയുമ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരമാണ്, അതായത് പ്രിൻസിപ്പിളിൻ്റെ ഗുഡ്സ് ആണ് ഈ ഒരു ഏജന്റ് അവിടെ നടത്തി ഓരോന്നും മേക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ പ്രിൻസിപ്പിളിൻ്റെ ഗുഡ്സ് ആണ് എന്നുള്ള പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ വേണം നമ്മളവിടെ ഇൻസ്ട്രക്ഷൻസ് ചെയ്യാൻ. അല്ലാതെ ഏജന്റിൻ്റെ ഗുഡ്സ് ആണ് എന്നുള്ള രീതിയിൽ ഒരിക്കലും ഇൻസ്ട്രക്ഷൻസ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ഡ്യൂട്ടി ടു പേ സം റിസീവ്ഡ്. അതായത് ഇപ്പോൾ ഈ ഒരു ഏജൻസി അക്കൗണ്ടിൽ നിന്ന് വല്ല ഫണ്ടും റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിളിന് കൊടുക്കണം. ഇനി പ്രിൻസിപ്പിൾ ഈ ഒരു ഏജന്റിന്റെ ഫണ്ട് കൊടുത്ത് തീർത്തിട്ടില്ല, അതായത് അദ്ദേഹത്തിന്റെ സാലറി കൊടുത്ത് തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഫണ്ടുകൾ എന്ത് ചെയ്യാം, ഈ പ്രിൻസിപ്പലിന്റെ ഫണ്ട് നമ്മൾ ഏജന്റിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ കമ്മീഷനിലെ റെമ്യൂണറേഷൻ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് പ്രിൻസിപ്പലിന് കൊടുക്കാം. നെക്സ്റ്റ് പോയിന്റ് ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രിസർവ് ദ ഇൻട്രസ്റ്റ്. അതായത് ഒരു പ്രിൻസിപ്പിൾ, അതായത് ഒരു ഏജന്റും പ്രിൻസിപ്പിൾ ഉണ്ടാവും. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ എങ്ങാനും ഡൈ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അൺസൗണ്ട് മൈൻഡിനൊക്കെ അദ്ദേഹത്തിന്റെ അൺസൗണ്ട് മൈൻഡ്, അതായത് ഇഡിയറ്റ് ആവുക, ലൈക്ക് ലുനാട്ടിക്, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം അദ്ദേഹത്തിന് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഏജന്റ് എന്ന നിലക്ക് അദ്ദേഹം ഈ ഒരു പ്രിൻസിപ്പിളിന്റെ ഇൻട്രസ്റ്റ് പ്രിസർവ് ചെയ്ത് വെക്കണം, അതായത് അത് പ്രൊട്ടക്റ്റ് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് നോട്ട് ടു ഡെലിഗേറ്റ് അതോറിറ്റി. അത് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിള് ഈ ഒരു ഏജന്റിന് മാത്രമേ അവിടെ അദ്ദേഹത്തിന്റെ ഗുഡ്സ് എന്തിൻ്റെയും മേലെ ഡെലിഗേറ്റ് ചെയ്യാനുള്ള അതോറിറ്റി പവർ കൊടുത്തിട്ടുള്ളൂ. അത് തേർഡ് പാർട്ടിയിലോട്ട് ആ ഒരു അതോറിറ്റി പോകാൻ പാടില്ല. ഇത് പ്രിൻസിപ്പിൾ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഇൻ കേസ് പ്രിൻസിപ്പിൾ താല്പര്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഏജന്റ് തേർഡ് പാർട്ടിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിളിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഏജന്റിന്റെ ഡ്യൂട്ടികൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ക്വാസി കോൺട്രാക്റ്റ് ആണ്. ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരിക്കലും ഒരു എ പാർട്ടിയും ബി പാർട്ടിയും ഒരിക്കലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടില്ല, മനഃപൂർവ്വം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടില്ല. ഇവിടെ നമ്മുടെ കോടതി, അതായത് ലീഗലി ആയിക്കാണ്ട് അവരുടെ രണ്ട് പാർട്ടിൻ്റെ മേലെ ഒരു ഒബ്ലിഗേഷൻ ചുമത്താണ്.
ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു രാജു എന്ന് പറയുന്ന വ്യക്തി ബാങ്കുകൾക്ക് ഒരു ജോലിൻ്റെ ആവശ്യമായിക്കൊണ്ട് പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം, ഒരു ബാങ്കിൽ 10 ലക്ഷം രൂപ ഉണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർലറിലോട്ട് പോകുന്നു. അവിടെ എന്താണ്, അദ്ദേഹം ആ ഒരു 10 ലക്ഷം രൂപ വെച്ച് മറക്കണു, അതായത് ബാഗ് വെച്ച് മറന്നു. അയാൾ ആ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് അയാൾ ഈ പൈസയുടെ ആവശ്യം വന്നപ്പോൾ നോക്കിയപ്പോഴാണെങ്കിൽ ഒരു ബാഗ് അയാളെ കയ്യിൽ നിന്ന് മിസ്സായി. ഇയാൾ എന്ത് ചെയ്തു, അത് ഫുള്ള് ഇരുന്ന് സെർച്ച് ചെയ്യണം, എവിടേക്കാണ് പോയത്, എവിടുന്ന് അത് കിട്ടാതായപ്പോൾ ആൾക്ക് മനസ്സിലായി എന്ത്, ആ ബാർബർ ഷോപ്പിൽ അദ്ദേഹത്തിന്റെ ആ 10 ലക്ഷം രൂപ ഉണ്ട് മനസ്സിലായി. അദ്ദേഹം അവിടെ പോയി ആ ഷോപ്പ് കീപ്പറിനോട് ചോദിച്ചു. അപ്പൊ ഷോപ്പ് കീപ്പർ പറഞ്ഞു, ഷോപ്പ് കീപ്പറിനോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ആ ഒരു 10 ലക്ഷം ചെലവാക്കിക്കണു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താ നിങ്ങൾക്ക് ഈ പൈസ തിരിച്ചു തരണം, കാരണം നമ്മൾ തമ്മിലൊരു കോൺട്രാക്ട് ഇല്ല, ഈ ഒരു പൈസ ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞ ഒരു കോൺട്രാക്ട് വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഷോപ്പ് കീപ്പർ രാജുവിന് കൊടുക്കേണ്ട ആവശ്യമില്ല, അയാൾ പറഞ്ഞു. അവസാനം രാജു എന്ത് ചെയ്തു, അത് കോടതിയിൽ പോയി കേസാക്കി. അതിൽ കോടതി എന്ത് പറഞ്ഞു, ഈ ഒരു ഷോപ്പ് കീപ്പറിനോട് പറഞ്ഞു, എങ്ങനെയായാലും നിങ്ങൾ ആ ഫണ്ട് തിരിച്ചു കൊടുക്കണം, ഇവിടെ എന്താണ് ഒരു കോൺട്രാക്റ്റ് ഇല്ല. അപ്പോൾ ഷോപ്പ് കീപ്പർ രണ്ട് പേർക്കും ഒരു ഒബ്ലിഗേഷൻ വെച്ച് കൊടുത്തു. അതായത് ഷോപ്പ് കീപ്പറിനോട് പറഞ്ഞു, ആ പൈസ നിങ്ങൾ തിരിച്ചു കൊടുക്കണം, കാരണം മറ്റൊരാളെ പൈസ കൊണ്ടും ഒരാളെ പൈസ കൊണ്ടും മറ്റൊരാൾ എന്ത് ചെയ്യാൻ പറ്റില്ല, വളരാൻ പറ്റൂല. അതുകൊണ്ട് ആ ഫണ്ട് നിങ്ങൾ തിരിച്ചു കൊടുക്കണം. അതാണ് ക്വാസി കോൺട്രാക്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് നോഡം പാക്റ്റം. ഇത് പറഞ്ഞാല് വിത്തൗട്ട് എനി കൺസിഡറേഷൻ, അതായത് ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ ആ ഒരു കാര്യം എന്തുകൊണ്ടാണ് ചെയ്യണത്, ഒരു കൺസിഡറേഷൻ തിരിച്ചു കിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് ആ ഒരു കാര്യം ചെയ്യണത്. അതുപോലെ തന്നെ ഇതൊരു കോൺട്രാക്റ്റ് അല്ല എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു എ എന്ന് പറഞ്ഞ പാർട്ടി ബിനോട് പറയാണ്, നാളെ ഞാൻ എനിക്കൊരു 1000 രൂപ തരാം. അപ്പോൾ ബി ഇവിടെ എന്താണ്, ഞാൻ അതിന് പകരമായിട്ട് ഇത് തരും, ഇത് ചെയ്യും എന്നൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. എ തൃപ്തിയോടെ കൊടുക്കുന്നു 1000 രൂപ, പക്ഷെ ബി എന്ത് ചെയ്യുന്നില്ല, അവിടെ കൺസിഡറേഷൻ കൊടുക്കണില്ല. അതുകൊണ്ട് ഇതൊരു എൻഫോഴ്സിബിൾ ബൈ ലോ ആയിട്ട് ഒരു കോൺട്രാക്റ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും കൂട്ടാൻ പറ്റൂല. ഇതൊരു വോയിഡ് അഗ്രിമെന്റ് ആണ്. ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, എ ആ ഒരു 1000 അദ്ദേഹത്തിന്റെ ഒരു കൺസിഡറേഷൻ ഒന്നും പ്രതീക്ഷിക്കാത്തതിന് ഒരു കൺസിഡറേഷൻ കിട്ടാതെ അദ്ദേഹത്തിന് പൈസ കൊടുക്കുന്നു. അപ്പൊ അതാണ് നോഡം പാക്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ് ആണ്. അതിൽ ഫസ്റ്റ് വൺ അക്കോർഡിംഗ് ടു വാലിഡിറ്റി ഓർ എൻഫോഴ്സബിലിറ്റി. അതിൽ ഫസ്റ്റ് വാലിഡ് കോൺട്രാക്റ്റ്, അതായത് ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ അതിനെന്താ ഞങ്ങൾ പറഞ്ഞു, 10 എസെൻഷ്യൽസ് എലമെന്റ്സ് അതിന് ആവശ്യമാണ്. ഏതൊക്കെയായിരുന്നു, ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, കൺസെൻസ്, ഐഡിയ, അറ്റം, നമ്മൾ കഴിഞ്ഞ പാർട്ടുകളിൽ പറഞ്ഞു. രണ്ടാമത് വോയിഡ് കോൺട്രാക്റ്റ്. വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, ഓൾറെഡി ആ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആയിരുന്നു, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് വോയിഡ് ആയി മാറുകയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന് ഈ ഒരു ബൈക്ക് ഞാൻ 6 മാസം കഴിഞ്ഞിട്ട് നിനക്ക് വിൽക്കാം എന്നൊരു കോൺട്രാക്റ്റ് വെച്ചോ. പക്ഷെ 2 മാസത്തിന് ശേഷം ആ ഒരു ബൈക്ക് ലോസ് ആയി പോവാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ വോയിഡായി. ഓൾറെഡി കോൺട്രാക്റ്റിലായിരുന്നു, പക്ഷെ അത് പിന്നെ വോയിഡായി പോവാണ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത് പറയുന്നത് വോയിഡ് അഗ്രിമെന്റ്. ഇവിടെ എന്താണ്, നമ്മുടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയം തന്നെ അത് എന്താവാണ്, വോയിഡായി പോകണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മൈനറിന് എന്താണ്, മൈനർ എന്ന് പറയുമ്പോൾ 18 വയസ്സാവാത്ത ഒരു വ്യക്തിനാണ് മൈനർ എന്ന് പറയുന്നത്. മൈനർക്ക് ഒരിക്കലും ഒരു കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആവാൻ പറ്റൂല. അപ്പോൾ ഒരു മൈനറുമായിട്ട് ഒരു കോൺട്രാക്റ്റ് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ തന്നെ അത് വോയിഡ് ആവും. ഇനി നാലാമത് വോയിഡബിൾ കോൺട്രാക്റ്റ്. വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, 2 പാർട്ടികൾ എന്താണ് സ്വമേധയായിട്ടൊരു കോൺട്രാക്റ്റിൽ പങ്കെടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ഒരു പാർട്ടി മറ്റൊരു പാർട്ടിനെ മിസ്റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഫ്രോഡോ അണ്ടർ ഇൻഫ്ലുവൻസോ അങ്ങനെ എന്തെങ്കിലും വയലൻസോ അല്ലെങ്കിൽ ത്രെട്ടണോ ചെയ്തുകൊണ്ട് ആ ഒരു വ്യക്തിനെ കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആയിപ്പിക്കുക. അപ്പോൾ അത് എന്താണ്, അതൊരു വോയിഡ് ആയിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആയിട്ട് മാറും. പിന്നെ ആ ഒരു ഓപ്പോസിറ്റിൽ, ആരെയാണ് ത്രെട്ടൻ ചെയ്ത് ആ ഒരു കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആക്കിയത് അവർക്ക് പിന്നെ എന്താണ് കേസൊക്കെ കൊടുത്ത് പിന്നെ അവർക്ക് ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവും. അതർവൈസ് ആ ഒരു കോൺട്രാക്റ്റ് വോയിഡ് ആണ്. നെക്സ്റ്റ് പറയണത് അൺഎൻഫോഴ്സബിൾ കോൺട്രാക്റ്റ്. ഇത് പറയുമ്പോൾ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആണ്, പക്ഷെ അത് ആ ഒരു ലോയിൽ, ആ ഒരു കോർട്ടിൽ അത് സമീപിക്കുന്ന സമയത്ത് അതിന് രജിസ്ട്രേഷൻ ഇല്ല, പോസ്റ്റ് ഇല്ല, റിട്ടേൺ ആയിട്ടുള്ള ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും എന്താവും, വോയിഡ് ആകും. പക്ഷെ അത് പിന്നെന്ത് ചെയ്യുക, ഈ രജിസ്ട്രേഷനും ഇതൊക്കെ ചെയ്ത് വെച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആകും. നെക്സ്റ്റ് വൺ ഇല്ലീഗൽ ഓർ അൺലോഫുൾ കോൺട്രാക്ട്സ്. അതായത് ലീഗൽ അല്ലാത്ത എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ലീഗൽ അല്ല എന്ന് പറയുന്ന എല്ലാ കോൺട്രാക്റ്റുകളെയാണ് അക്കോർഡിംഗ് ടു വാലിഡിറ്റി ഓർ എൻഫോഴ്സബിലിറ്റി എന്ന് പറയുന്നത്.
രണ്ടാമത് അക്കോർഡിംഗ് ടു ഫോർമേഷൻ. അതിൽ ഫസ്റ്റ് വൺ എക്സ്പ്രസ് കോൺട്രാക്റ്റ് ആണ്. അതായത് ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെടുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ റിട്ടേൺ കാർഡോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. രണ്ടാമത് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ വഴിയോ ഒന്നും വഴിയല്ല, ഇവിടെ നമ്മൾ എന്താണ് പ്രവർത്തനത്തിലൂടെയാണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളൊരു ബസ്സിൽ കയറുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ബസ്സിൻ്റെ കണ്ടക്ടർ 20 രൂപ കൊടുക്കുന്നു, ഇന്ന സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ഡ്രൈവർ ആ ഒരു വ്യക്തിനെ ആ സ്റ്റേഷനിൽ എത്തിച്ചെടുക്കണോ. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മളൊരു കോൺട്രാക്റ്റ്, പ്രവൃത്തിയിലൂടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതാണ് എന്ത് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ ഒരു വ്യക്തിൻ്റെ കാണാതായിട്ടുള്ള മറ്റൊരു സാധനം മറ്റൊരു വ്യക്തി എടുത്തു കൊടുക്കണില്ല. അവിടെ എന്താണ് ലോ, അതായത് നിയമം എന്ത് ചെയ്യണം, രണ്ടുപേരുടെയും മേലേക്ക് ഒബ്ലിഗേഷൻ കൊടുക്കലാണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അക്കോർഡിംഗ് ടു പെർഫോമൻസ് ആണ്. അതിൻ്റെ ഫസ്റ്റ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് ആണ്. അതായത് ഇവിടെ എന്താണ്, രണ്ട് പാർട്ടീസാണ് ഒരു കോൺട്രാക്റ്റിൽ ഉൾപ്പെടുക. അപ്പോൾ അവർ രണ്ടുപേരുമുള്ള ഒബ്ലിഗേഷൻസ് രണ്ടുപേരും ഈക്വലി റെസ്പോൺസിബിലിറ്റി പൂർത്തിയാക്കുന്നതിനാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്. രണ്ടാമത് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടുപേരും ആ ഒരു കോൺട്രാക്റ്റ് കോൺട്രാക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒബ്ലിഗേഷൻസ് റെസ്പോൺസിബിലിറ്റിയും ഫുൾഫിൽ ആക്കിയിട്ടില്ല. മൂന്നാമത് യൂണിലാറ്ററൽ ഓർ വൺ സൈഡഡ് കോൺട്രാക്റ്റ്. ഇവിടെ എന്താണ്, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട ഒരു വ്യക്തി എല്ലാ ഒബ്ലിഗേഷൻ റെസ്പോൺസിബിലിറ്റിയും പാലിച്ചു, അതെല്ലാം ചെയ്ത് തീർത്തപ്പോൾ മറ്റേ വ്യക്തി എന്ത് ചെയ്തില്ല, ഒന്നും ചെയ്ത് കഴിഞ്ഞിട്ടില്ല. നാലാമത്തെ ബൈലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടുപേരും എന്താണ് ആ ഒരു കോൺട്രാക്റ്റിന് വേണ്ടിയുള്ള ഒബ്ലിഗേഷൻസ് റെസ്പോൺസിബിലിറ്റി ഒന്നും ഫുള്ളാക്കി കഴിഞ്ഞിട്ടില്ല. ഇത്രയും പോർഷൻസോട് കൂടി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ കവർ ചെയ്തു. ഇനി കുറച്ചും കൂടി ബെയിൽമെൻറ്റ് അതുപോലത്തെ കുറച്ച് ചെറിയ പോർഷൻസ് നമുക്ക് കവർ ചെയ്യാണ്ട് അത് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ചെയ്യാം കേട്ടോ.